ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ, അതായത് ഞാൻ എഴുന്നേൽക്കുമ്പം എങ്ങനെയാണ് എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കത്തില്ല, എല്ലാ ദിവസവും സെയിം പോലെ ആയിരിക്കത്തില്ല. പക്ഷേ ഞാൻ മുടങ്ങാതെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്തുനിന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പ്രെയർ റിക്വസ്റ്റൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എല്ലാ ദിവസവും എൻ്റെ പേഴ്സണൽ പ്രെയറിൽ ഞാനത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ അവർക്ക് ഞാനിങ്ങനെ വചനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വചനമൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളയച്ച ആ ഒരു മെസ്സേജ്, ആ ഒരു കമൻറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ വചനമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. അപ്പം അതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ഓർക്കണം കേട്ടോ. ഓക്കെ, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതായത് ഞാൻ ഇപ്പം രാവിലെ ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്കും എണീക്കാൻ ശ്രമിക്കുന്നുണ്ട്. 5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എണീക്കും. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രഷപ്പ് ആവാനായിട്ട് പോകുന്നതിന് മുന്നേ ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷപ്പായിട്ട് വന്നിട്ടാണ് നമ്മുടെ അച്ഛൻ്റെ പ്രെയർ കൂടുന്നത്, അതായത് ഡെയിലി ബ്ലെസ്സിങ് കൂടുന്നത്. ഓക്കെ, ഡെയിലി ബ്ലെസ്സിങ് ആ ഒരു പ്രെയർ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രെയർ കൂടുന്നതും കംപ്ലീറ്റ് ചെയ്യുന്നതും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ ബൈബിൾ എഴുതുന്നുണ്ട് ഇപ്പോൾ, പുതിയ നിയമം. അത് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു, പക്ഷേ ഇടയ്ക്കൊരു ചെറിയൊരു മുടക്കം വന്ന് ഞാനങ്ങ് മുടങ്ങിപ്പോയി. ഇപ്പം എല്ലാ ദിവസവും ഞാൻ രാവിലെയും വൈകുന്നേരവും സമയം കണ്ടെത്തി ഞാനത് എഴുതാറുണ്ട്, ബൈബിൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ വീഡിയോസിലൂടെയൊക്കെ കാണാം, അത് കംപ്ലീറ്റ് ആവുന്നോളം വരെ. ഓക്കെ, അതുവരെ അതങ്ങനെ പോകും. ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് അത് ചെയ്യുന്നുണ്ട്. ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ഡേ, അതായത് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, പ്രാർത്ഥനയോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിന് മുന്നേ ഞാൻ ലേറ്റായിട്ടൊക്കെ ആയിരുന്നു എഴുന്നേറ്റുകൊണ്ടിരുന്നത്. അപ്പം ഒരു അറേഞ്ച്മെൻ്റ്, ഒരു ഓർഗനൈസിങ് അല്ലാത്തൊരു ലൈഫായിരുന്നു എൻ്റേത്. എന്ന് വെച്ചാൽ തോന്നുമ്പം ഓരോ കാര്യങ്ങൾ ചെയ്യും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പം അതിനൊരു ഓർഡറുണ്ട്. ആ ഓർഡർ അനുസരിച്ച് പോകാനായിട്ട് ഞാനിപ്പം കൂടുതലായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ശ്രമം നമ്മുടെ ലൈഫിൽ എപ്പോഴും വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ലൈഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, നമുക്ക് തന്നെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ഫില്ലായിട്ട് നമുക്ക് തന്നെ ഒരു സമാധാനം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യമാണ് സമാധാനം. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹവും ഇഷ്ടമുള്ള ആവശ്യമുള്ളൊരു കാര്യമാണ് സമാധാനം എന്ന് പറഞ്ഞാൽ. ഓക്കെ, സമാധാനത്തിൽ പോകാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാവും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിപ്പം ക്രിസ്ത്യൻസിന് പ്രത്യേകിച്ച് മനസ്സിലാവുമായിരിക്കും. ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ അച്ഛൻ ഇടയിൽ ബൈബിൾ വായന കഴിഞ്ഞിട്ട് പ്രസംഗം പറയാറുണ്ട്. അതിൽ മിക്കപ്പോഴും തന്നെ അച്ഛന്മാർ പറയാറുണ്ട്, നമ്മൾക്ക് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നെഗറ്റീവ് അങ്ങനെ ഒരു സംഭവം വരാനായിട്ട് കാരണം നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത്, അതായത് ഇത് ചെയ്താൽ ഞാനിത് ചെയ്താൽ ശരിയാവത്തില്ല, അങ്ങനെ ഒരു തോട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ ദൈവം തന്നാലും നമ്മളതൊക്കെ കാണാതെ പോകും. നമ്മളതിനൊന്നും നമ്മൾ നന്ദി പറയത്തില്ല. അപ്പം അതൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നന്ദി പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്, നന്ദി പറയാതെ തന്നെ. അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം എല്ലാ കാര്യത്തിനും നന്ദി പറയും. ഞാൻ വൈകുന്നേരം കുടുംബ പ്രാർത്ഥന നടത്തുന്ന സമയത്താണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ പേഴ്സണൽ പ്രെയറിലാണെങ്കിലും ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് നന്ദി പറയും. എല്ലാ കാര്യത്തിനും നന്ദി പറയും. ഇവിടെ ഇപ്പം ഇരിക്കാൻ സാധിച്ചതിൽ, ഇന്ന് രാവിലെ എനിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചതിൽ,
ജീവൻ തന്നതിൽ, ശ്വാസം തന്നതിൽ, എല്ലാത്തിലും ഒരു കുഞ്ഞു കാര്യത്തിനാണെങ്കിൽ പോലും ഞാൻ നന്ദി പറഞ്ഞ് ഇപ്പം ഇതിന് മുന്നേ ഉള്ള കാര്യമല്ല, ഇപ്പം ഞാൻ കറൻ്റ്ലി ഫോളോ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു മാജിക്കൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് ഫോളോ ചെയ്യാതെ ഇരുന്ന അത്രയും നാൾ എനിക്കതൊരു നഷ്ടബോധമായിട്ടും തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് കട്ടാക്കിക്കൊണ്ടിരിക്കണത് പുറത്ത് ഭയങ്കര സൗണ്ടുണ്ട്, പിന്നെ ഭയങ്കര പക്ഷികളുടെ സൗണ്ടും എല്ലാം കൂടെ കയറി വന്നു കഴിയുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ടാക്കണത്. പിന്നെ എനിക്ക് തൊണ്ട ശരിയായിട്ടില്ല, അത് ത്രോട്ട് കഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കട്ടാക്കി വിടുന്നതാണ്. മീൻസ് സിറ്റുവേഷൻ കൊണ്ടാണ് കേട്ടോ, സോറി. അപ്പം ഇത്രയാണ് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. എന്ന് വെച്ചാൽ നമുക്കൊരു ജീവിതമേ നമ്മളത് തോന്നിയതുപോലെ ജീവിക്കുന്നതിനേക്കാളും ദൈവത്തിന് ഇഷ്ടമുള്ള ഒരാളായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ളവരെയും അതുപോലെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ലോകം മുഴുവനായിട്ട് ഒരുമിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവരുടെ പ്രാർത്ഥനയിലും എന്നെയും കൂടി ഓർക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രെയർ റിക്വസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാവുന്നതാണ്. ഞാൻ പ്രാർത്ഥിച്ച് സമയം കിട്ടുന്നതനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും വരെ എത്തിച്ചതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ, ഇതുപോലത്തെ വീഡിയോ ചെയ്യാമോ അതുപോലത്തെ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ്. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് ചെയ്യാം. പിന്നെ ഫാമിലിയിൽ എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാവർക്കും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ച് എനിക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നല്ല, എനിക്കും പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ലൈഫ് ഒന്നേ ഉള്ളൂ. അതുപോലെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ആഗ്രഹത്തിനനുസരിച്ച് പ്രാർത്ഥനയിലൂടെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ, ഇപ്പം നമ്മൾ ഒരു ദിവസം എല്ലാവരും മരിക്കും. അപ്പം ആ മരണശേഷമുള്ള ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിത്യജീവിതമാണ്. അത് നമുക്ക് ഭൂമിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മൾ മരണശേഷം നമ്മുടെ ആത്മാവ് സന്തോഷത്തോടെ ഇരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തുള്ളൂ. അപ്പം ഇത് ഞാൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഈശോയിലാട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു രീതിയായിട്ട്, എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പല പല വിശ്വാസങ്ങളും പല പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പം അവനവൻ്റെ വിശ്വാസത്തിൽ നല്ല രീതിയിൽ ജീവിക്കുവാണെങ്കിൽ അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കുമെന്ന് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പം എന്താ പറയുക, എല്ലാവരും സന്തോഷത്തോടു കൂടി സേഫായിട്ടൊക്കെ ഇരിക്കുക, ആരോഗ്യവും ഒക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിലിരിക്കുക. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ആൻഡ് അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. കൊച്ചു സംസാരം, അത് മാത്രമേ ഉള്ളൂ. ഒരു ദിവസത്തെ എൻ്റെ സ്റ്റാർട്ടിങ്ങാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ഇങ്ങനെ ഞാൻ സംസാരിച്ച് തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല. അത് ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ആൻഡ് അതായത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് എനിക്കങ്ങനെ സംസാരിക്കാൻ എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടാകും. പക്ഷേ ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. അപ്പോൾ അതുപോലെ സംസാരിക്കാൻ കിട്ടിയാലിങ്ങനെ വളവളന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഇടണം. അപ്പോൾ ഞാൻ എൻ്റെ സൈനിങ് ഓഫ് പറഞ്ഞില്ല കേട്ടോ, മറന്നുപോയി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.